മുസ്ലിം ഉമ്മത്തിന് എന്തൊരു സന്തോഷമാണ്. ഞാൻ എന്റെ മുമ്പിൽ തങ്ങളെ കാണുകയാണ്. നമ്മുടെ ആ ചക്കരപ്പുറത്ത് പള്ളി ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങൾ, അല്ലാഹു തആല നല്ല ഒരുപാട് കാര്യത്തിന് തങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ. തങ്ങളവറുകളും ഞാനും ഒരേ സ്റ്റേജിൽ പങ്കെടുക്കുന്നു, ഒരേ വിഷയത്തിൽ പങ്കെടുക്കുന്നു. എന്തൊരു സന്തോഷമായിരുന്നു ആ സംഘാടകർക്ക്. അങ്ങനെ മുസ്ലിം ഉമ്മത്തിലുള്ള അതുപോലെ തന്നെ അതേ മറ്റ് പണ്ഡിതൻ മുദാക്കര പള്ളി ബഹുമാനപ്പെട്ട നജീബ് മുസ്ലിയാർ, അല്ലാഹു തആല നല്ല ഒരുപാട് കാര്യത്തിന് അദ്ദേഹത്തിന് തൗഫീഖ് നൽകട്ടെ. നമുക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നജീബ് മുസ്ലിയാരും ഹൈദരലി ശിഹാബ് തങ്ങളും പാവപ്പെട്ട ഞാനും ഒരേ സ്റ്റേജിൽ പങ്കെടുത്തപ്പോ ആ മഹല്ലിലുള്ള ജനങ്ങൾക്ക് എന്തൊരു സന്തോഷമാണ്. ഇതേ ഒരു ചുറ്റുപാട് കേരളം മുഴുക്കെ ഉണ്ടാക്കിക്കൂടെ? അതിനുവേണ്ടി സമൂഹത്തിന് ചിന്തിച്ചുകൂടെ? അതിനുവേണ്ടി നേതാക്കൾക്ക് ചിന്തിച്ചുകൂടെ? അതുകൊണ്ട് നമ്മുടെ സമുദായത്തിന് എന്ത് നഷ്ടമാണ് വരാൻ പോകുന്നത്? ലാഭമല്ലേ ഉള്ളൂ. കുടുംബങ്ങൾ തമ്മിൽ തെറ്റൂല, അതേ അയൽവാസികൾ തമ്മിൽ തെറ്റൂല, പണ്ഡിതന്മാരൊക്കെ നിന്ന തോന്നൂല, സർവ്വ പണ്ഡിതന്മാരോടും ആദരവ് വരും, മുത്തഅല്ലിമീങ്ങളോട് സ്നേഹം വരും, സയ്യിദന്മാരോട് ആദരവ് വരും. അങ്ങനെ ഒരു നല്ല അന്തരീക്ഷം നമ്മുടെ രാജ്യത്തൊക്കെയും ഉണ്ടാക്കിക്കൂടെ? അതിനെവിടെയാണ് തടസ്സം? ആരാണ് തടസ്സം? എന്തിനാണ് തടസ്സം എന്ന് നിങ്ങൾ ഓരോരോ